സിനിമാ മേഖലയിലെ ദുരനുഭവം പങ്കുവെച്ച് കൂടുതൽ പേർ ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഒരാമുഖമായി തന്നെ ഞാൻ പറയാം, അല്പകാലം മുൻപ്, കുറച്ചു നാൾ മുമ്പ് പടവെട്ട് എന്ന സിനിമയിലെ സംവിധായകനായ ലിജു കൃഷ്ണയ്ക്കെതിരെ കുറ്റമുണ്ടായിരുന്നു, ബലാത്സംഗ കുറ്റമുണ്ടായിരുന്നു. 2022 അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അതിലെ അതിജീവിതയുടെ വാക്കുകളൊക്കെ അത്രത്തോളം വേദനയോടുകൂടി തന്നെയാണ് നമ്മൾ എല്ലാവരും കേട്ടത്. ആ അതിജീവിത നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. അവർക്ക് ഈ നിമിഷവും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. മാഡം കേൾക്കാമോ? കേൾക്കാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആരോഗ്യം ഇപ്പോൾ എങ്ങനെയുണ്ട്? ട്രീറ്റ്മെന്റിലാണ് ഇപ്പോഴും. ട്രീറ്റ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ഹോസ്പിറ്റല്, ആശുപത്രി. പിന്നെ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. എൻ്റെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ പില്ലേഴ്സ് ആയിട്ട് കുറച്ച് മനുഷ്യര്, കുറച്ച് എൻ്റെ മനുഷ്യർ എനിക്കൊപ്പം ഉണ്ട്. അതൊരു പ്രിവിലേജ് തന്നെയാണെന്ന് പറയാം. അതൊരു പ്രിവിലേജ് ആണ്. അത് എന്റെ പ്രിവിലേജ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കൊപ്പം ഉള്ളവരും അത് പറയുന്നില്ല. പക്ഷെ ഈ സമൂഹത്തില് ഇനിയും പുറത്തു വരാത്ത എൻ്റെ സ്ത്രീകളെ, എൻ്റെ പെൺകുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോ ഞാൻ വലിയൊരു ഓപ്പറേഷനിൽ നിന്നും വലിയ ക്രൂരതകൾ നേരിട്ടിട്ട് പുറത്ത് വന്ന് കാലങ്ങൾ എടുത്ത് ഇപ്പോഴും ട്രീറ്റ്മെന്റ് എടുത്ത് ഇപ്പോഴും ഒരു ബെഡിലെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. റെസ്റ്റിനപ്പുറത്തേക്കിന് പുറത്തേക്ക് പോകാൻ നമ്മളിപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു 26-ാമത്തെ വയസ്സിലാണ് എനിക്കിത് സംഭവിക്കുന്നത്. 26-ാമത്തെ വയസ്സിൽ എന്റെ പഠനം കഴിഞ്ഞിരുന്നു, ഞാൻ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ഇന്നെനിക്ക് 30 വയസ്സ് തികയാൻ പോവാണ്, കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എനിക്ക് എന്റെ ഓർമ്മയില് എന്താ പറയാ, ഭയങ്കര ഭീകരമാണ്. അത് ഓർക്കാൻ കുറച്ച് ഈ ഭയങ്കര ഭീകരമായിട്ടുള്ള കുറച്ചോ അതിന് എന്താണ് വിളിക്കേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. ആ ട്രോമ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള എന്റെ ആ ട്രോമ സെൽഫിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെയാണ് തെറാപ്പി കുറച്ചുകൂടെ വേറൊരു സ്റ്റേജിലേക്ക് എത്തുകയും എന്റെ ഡോക്ടേഴ്സും തെറാപ്പിസ്റ്റുകളും ഒക്കെ ശക്തരായ സ്ത്രീകളാണെന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അവരുടെ സപ്പോർട്ട്, വർഷങ്ങളായിട്ടുള്ള എൻ്റെ സുഹൃത്തും എൻ്റെ എല്ലാമായിട്ടുള്ള വ്യക്തി എനിക്കൊപ്പം ഉണ്ടായിരുന്നു നിഴലായിട്ട്. ആ വ്യക്തി എന്റെ കേസിലും എന്റെ ട്രീറ്റ്മെന്റിലും ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ എല്ലാവരും, ഫാമിലിയും എല്ലാവരും കൂടെ ചേർന്ന് റിലേഷൻഷിപ്പ് ലീഗലൈസ് ചെയ്തു. എപ്പോഴും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, ഒരു പെൺകുട്ടി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിനെ വിവാഹം ചെയ്യുന്നത് പോലും ഒരു ട്രോമയിൽ ഇരുന്നുകൊണ്ടാണ്. അതിൽ പക്ഷേ ആ വ്യക്തിയുമായിട്ടുള്ള എന്റെ റിലേഷൻഷിപ്പ് ലീഗലൈസ് ചെയ്യപ്പെടാനും ഇത്രയും കാലം ആ വ്യക്തി എന്റെ കൂടെ ഒപ്പം ഇരിക്കാൻ കാരണം പോലും ആ വ്യക്തി, അയാളെന്ന് പറയുന്ന പുരുഷൻ അത്രയും പൊളിറ്റിക്കൽ ആയതുകൊണ്ടാണ്. എന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ, മറ്റൊരു സർവൈവർ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇത് സംഭവിക്കില്ല. ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ തന്നെ ഇവിടുത്തെ സ്ത്രീകളെ, വിവാഹശേഷം അല്ലെങ്കിൽ ഒരു രോഗം വന്നാൽ തന്നെ ഇവിടുത്തെ സ്ത്രീകളെ ഇവിടുത്തെ പാട്രിയാർക്കിയൽ സിസ്റ്റത്തിൽ ഉപേക്ഷിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് വെച്ച് നോക്കുമ്പോ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. സ്റ്റിൽ എന്റെ പാർട്ട്ണർ, എന്റെ ഫാമിലി, എന്റെ ഡോക്ടേഴ്സ്, ഇവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോവുക, തിരിച്ചു വരിക. ഹോസ്പിറ്റലിലായിരുന്നു മാസങ്ങളോളം. ചില സമയം നടക്കാൻ പറ്റത്തില്ല, നടക്കണമെങ്കിൽ സപ്പോർട്ട് വേണം, ടോയ്ലറ്റിൽ പോകണമെങ്കിൽ സപ്പോർട്ട് വേണം. ബട്ട് സ്റ്റിൽ നോക്കൂ, ഞാൻ ഇതൊന്നും എനിക്ക് ആരുടെയും സിമ്പതിയുടെ ആവശ്യമില്ല. ഒരു സർവൈവേഴ്സിന് ഇവിടെ ആരുടെയും സിമ്പതിയുടെ ആവശ്യമില്ല. ഇവിടെ എമ്പതി ഉണ്ടാവത്തതും ഇല്ല. അതും വേറെ കാര്യം. നമ്മളെ തെറാപ്പിയിൽ പഠിപ്പിക്കുന്നത് തന്നെ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ സെൽഫ് സിമ്പതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എനിക്കിങ്ങനെ ആയല്ലോ, എന്തുകൊണ്ട്, ആ ഒരു കാര്യം പോലും വേണ്ട, അതുപോലെ നമുക്ക് ബ്രേക്ക് ചെയ്യാമെന്നാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെയും സിമ്പതിയുടെ ആവശ്യമില്ല. എനിക്ക് കമ്പാഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്റെ ക്ലോസ് സർക്കിളിലുള്ള എന്റേതെന്ന് പറയുന്ന മനുഷ്യർ എനിക്ക് കമ്പാഷൻ തരുന്നുണ്ട്. ദാറ്റ്സ് ഇനഫ്.
ഞാൻ വന്നത് എന്റെ കഥ സ്ട്രോങ് ആയിട്ട് പറയാനോ താങ്കൾ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ആ ഒരു ആശ്വാസം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. കാരണം ഒരുപാട് പേർ താങ്കളോടൊപ്പമുണ്ട്. ധൈര്യമായിട്ട് മുന്നിലേക്ക് പോകുക എന്നാണ് പറയാനുള്ളത്.